ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് രാത്രി നടത്തം പരിപാടിക്കെതിരായി അശ്ലീല പരാമർശത്തിൽ കേസെടുക്കാതെ പോലീസ്. DGPക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല. ഫേസ്ബുക്കിലൂടെയായിരുന്നു മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ അശ്ലീല പരാമർശം. ഈ വീഡിയോയും നീക്കം ചെയ്തിട്ടില്ല. മഹേഷ് ജോൺ മാത്യു ചേരുന്നു. മഹേഷേ, എത്ര മോശമായിട്ടായിരുന്നു ഈ പറയുന്ന ഈ മെൻസ് അസോസിയേഷന്റെ ഭാരവാഹി പറഞ്ഞ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെയും മറ്റും ഇത്തരത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയത്? അതിൽ സംസ്ഥാന സർക്കാരിനെ എന്താണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നല്ലോ അത്. ഇങ്ങനെയാണോ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നിട്ടും എന്തിന് ഒരു കോൺഗ്രസ്സുകാരൻ ഒരു പരാതി കൊടുത്താൽ അപ്പോൾ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ് പരാതിയുമായി പോകുന്ന സംസ്ഥാന സർക്കാരല്ലേ? അല്ലെങ്കിൽ കേസെടുക്കുന്ന സംസ്ഥാന സർക്കാരല്ലേ? അന്വേഷണത്തിന് ഉത്തരവിടുന്ന സംസ്ഥാന സർക്കാരല്ലേ? ഇങ്ങനെ സ്ത്രീകളെ ഒന്നടങ്കം ഇത്തരത്തിൽ കടന്നാക്രമിച്ചിട്ടും ഇത്തരത്തിൽ മോശമായി ചിത്രീകരിച്ചിട്ടും ഇത്തരത്തിൽ പരാമർശം നടത്തിയിട്ടും ഇത്തരത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് വിമുഖത കാട്ടുന്നത്? അതോ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് സർക്കാർ കരുതിയത് കൊണ്ടാണോ ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോഴത്തെ ഈ നടപടി? ജോഷി, ഈ സ്ത്രീകളെ അപമാനിച്ചുള്ള ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇത് 22ാമത്തെ മണിക്കൂറാണ്. ഇപ്പോഴും മെൻസ് അസോസിയേഷൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ തുടരുകയും ചെയ്യുന്നു. ഈ വീഡിയോ വന്നതിന് പിന്നാലെ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഒരു കോൺഗ്രസ് നേതാവ് DGPക്ക് പരാതി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ, മന്ത്രിമാരെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ ഇത്രയും സമയം ഏകദേശം ഒരു ദിവസമാകാൻ പോവുകയാണ്. എന്നിട്ട് പോലും ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത് സൈബർ പോലീസിന് ഈ വിഷയത്തിൽ കേസെടുക്കാം. അവരിടപെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ മെൻസ് അസോസിയേഷൻ എന്താണ് ഇടപെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതല്ലേ? കേരളത്തിൽ പ്രതികളായ, പ്രത്യേകിച്ചും സ്ത്രീപീഡന കേസിൽ പ്രതികളായ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുകയും ഒരു വിവാദം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, കുറച്ച് ജനശ്രദ്ധ കിട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി, കുറച്ച് മാധ്യമ ശ്രദ്ധ കിട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ അത്? അവരുടെ പൂർവ്വകാല ചരിത്രം അതല്ലേ തെളിയിക്കുന്നത്? അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഇങ്ങനെ പരസ്യമായി സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സ്ത്രീകളെ അടക്കം രാത്രിയിൽ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ പരസ്യമായി അധിക്ഷേപിച്ചിട്ടും, എന്തൊക്കെയാണ് വാക്കുകളെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്ര മോശമായി അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് ഈ പറയുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാറിൽ നിന്ന് ഉണ്ടായത്. ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന ഒരു സൈബർ കേസെങ്കിലും എടുക്കാൻ കഴിയേണ്ടതല്ലേ മഹേഷേ? ജോഷി, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കേസെടുക്കാൻ വൈകുന്നതെന്ന് നമ്മൾ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ഏതൊരു പോലീസുകാരനും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഏതൊക്കെ വകുപ്പുകൾ ആഡ് ചെയ്യണമെന്നുള്ളത്. അത്രയും മോശമായ പ്രയോഗങ്ങളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. അത് ആർക്കും സ്വാഭാവികമായി മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ അത് DGPക്ക് പരാതി നൽകി DGP അത് മെയിലായി വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ഈ പറയുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. നേരിട്ട് തന്നെ വളരെ വേഗത്തിൽ കേസെടുക്കാവുന്ന, സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു വിഷയമാണിത്. ഒരുപക്ഷെ റിമാൻഡിലേക്കടക്കം പോകാനുള്ള സാധ്യതകളുള്ള വകുപ്പുകൾ ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കേസ് കൂടിയാണ്. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇന്ന് ആഭ്യന്തരമന്ത്രിയോട് ഈ വിഷയത്തിൽ പ്രതികരണം തേടാൻ പോയെങ്കിലും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം അറിഞ്ഞോ എന്ന് പോലും അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി പങ്കെടുത്ത, മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ അതുപോലെ തന്നെ KA തുളസി പങ്കെടുത്ത നിരവധി സ്ത്രീകൾ, അതായത് 100ന് മുകളിൽ സ്ത്രീകൾ പങ്കെടുത്ത ഒരു പരിപാടിക്കെതിരെയാണ് ഇത്രയും മോശമായ ഒരു പരാമർശം ഇയാളുടെ പക്കൽ നിന്നുണ്ടായത്. ഇന്ന് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറിനോട് ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരണം തേടിയതാണ്. അപ്പോൾ അയാളുടെ ഒരു വിചിത്രവാദമാണ് പുറത്തു വന്നത്. അയാൾ പറഞ്ഞതെന്ന് പറയുന്നത്, ഞാൻ നുണ പറയുന്നവർ എന്നാണ്. ഈ പറയുന്ന അജിത് കുമാറിന്റെ പ്രതികരണം ഉണ്ടല്ലോ, ആ അജിത് കുമാറിന്റെ പ്രതികരണം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ പറയുന്ന അജിത് കുമാറുമായി രാവിലെ മഹേഷ് സംസാരിച്ചിരുന്നു. പലതും ബീപ്പിട്ട് മ്യൂട്ടിട്ട് കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഈ പറയുന്ന ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മറുപടിക്കുണ്ടായിരുന്നത്. അതൊന്ന് കേൾക്കാം. കാരണം എങ്ങനെയാണ് ഇതേപോലെ ഒരു മെൻസ് അസോസിയേഷൻ എന്ന സംഘടന ഉണ്ടാക്കുക, ആളുകൾക്കിടയിലേക്ക് അതുമായിട്ട് വരിക, അതിനുശേഷം ഇത്തരത്തിൽ സർക്കാരിനെയും സ്ത്രീകളെയും അടക്കം അധിക്ഷേപിക്കുന്ന രീതിയിൽ, അത് പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയിൽ, പുറത്തു പറയാനാവാത്ത രീതിയിൽ അധിക്ഷേപിക്കുക, അത് കണ്ടിട്ടും സംസ്ഥാന സർക്കാർ മിണ്ടാതിരിക്കുക. എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന? ചോദ്യമല്ല. ഈ അജിത് കുമാറിന്റെ പ്രതികരണം ഒന്ന് കേട്ടെ. ഞാൻ പറഞ്ഞത് അത് കൂടുതൽ പേരും തെറ്റിദ്ധരിച്ചതാണ്. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ നുണച്ചികൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. നുണ പറയുന്നവരെയാണ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട്. പിന്നെ ആ വീഡിയോയിൽ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നവർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. പിന്നെ എല്ലാ സ്ത്രീകളെയും പറഞ്ഞു എന്നൊരു ഒരിക്കലുമല്ല. ഇങ്ങനെയുള്ള നാക്കെടുത്താൽ സത്യം പറയാത്ത ടീമുകളാണ് പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതികളും വ്യാജ ആരോപണങ്ങളും ഉന്നയിച്ച്
പുരുഷന്മാര്, ഫെമിനിസ്റ്റുകൾ അവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ സാധാ ജനങ്ങളെ, ഒരുപാട് അമ്മമാരും സഹോദരിമാരും മക്കളെ പോറ്റി പുലർത്തുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. അവർക്ക് എതിരെ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് ബഹുമാനമാണ്, സ്നേഹമാണ്. ബീപ്പിട്ട് കൊടുക്കേണ്ട, പലതവണ ബീപ്പിട്ട് കൊടുക്കേണ്ട ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതെന്താണ് എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് ബീപ്പിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് തോന്നിവാസം പറയാനുള്ളതല്ല എന്ന് ഈ പറയുന്ന അജിത് കുമാറിനെ പോലെയുള്ളവർ ഓർത്താൽ നല്ലത്. സംസ്ഥാന സർക്കാർ ഇത് കാണണം, നടപടിയെടുക്കണം. ഒരൊറ്റ കാര്യമേ ഉള്ളൂ മഹേഷേ, ഈ അർജുനായങ്കി പോലീസിനെ വെല്ലുവിളിച്ചപ്പോൾ രായ്ക്ക് രാമാനം അർജുനായങ്കിയെ അന്വേഷിച്ചിറങ്ങാനും തേടിപ്പിടിക്കാനും അറസ്റ്റ് ചെയ്യാനും പിന്നെ കൊട്ടിഘോഷിച്ച് ഈ പറയുന്ന ജയിലിലടയ്ക്കാനും കാണിച്ച ഒരു ഔത്സുക്യമുണ്ടല്ലോ സംസ്ഥാന സർക്കാരിൻ്റേത്. അതിക്കാര്യത്തിൽ കാണേണ്ടതല്ലേ? മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അടക്കമുള്ള വനിതാ മന്ത്രിമാരടക്കമുള്ളവരെയല്ലേ ഈ പറയുന്ന മെൻസ് അസോസിയേഷന്റെ ഭാരവാഹി പരസ്യമായി ആക്ഷേപിച്ചത്? അവിടെ എത്തിയ സ്ത്രീകളെയല്ലേ പരസ്യമായി അധിക്ഷേപിച്ചത്? സ്വാഭാവികമായും അതിൽ നടപടി വേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ മെൻസ് അസോസിയേഷന്റെ പശ്ചാത്തലം, ആ സംഘടനയുടെ പശ്ചാത്തലം, ഈ സംഘടന മുമ്പിടപെട്ട വിഷയങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ മാധ്യമ ശ്രദ്ധ നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വളരെ മോശമായി ഇപ്പൊ പരിപാടിയിൽ പങ്കെടുത്തവർക്കെതിരെ വളരെ മോശമായി സംസാരിച്ച ഈ പറയുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാം എന്നിരിക്കെയാണ് സർക്കാരിന്റെ ഈ ഒത്തുകളി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നത് എന്ന് വ്യക്തമല്ലേ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ടപ്പോൾ എന്താണ് അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് മഹേഷേ? ജോഷി, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2 പോസ്റ്റുകളാണ് ഈ പറയുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാർ സമൂഹ മാധ്യമത്തിലൂടെ പോസ്റ്റ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വനിതാ മന്ത്രിയുടെ ചിത്രം പതിച്ച ഒരു പോസ്റ്റർ, അതായത് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന സർക്കാർ പരിപാടിയുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണത്. അതിൽ ഈ വനിതാ മന്ത്രിയുടെ വലിയ ചിത്രവും ഉണ്ടായിരുന്നു. ആ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് അതിന് മുകളിലായി ഒരു ക്യാപ്ഷൻ കൂടി ഇദ്ദേഹം നൽകിയത്. അതാണ് നമുക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത, പൊതുസമക്ഷത്തിൽ സംസാരിക്കാൻ കൊള്ളാത്ത ഒരു വാക്കെന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചാണ് ആദ്യം ഇയാൾ പോസ്റ്റ് ഇട്ടത്. അതിന് എതിരെ ചിലർ രംഗത്ത് വരികയും ചെയ്തു. അതിനുശേഷം ആ പോസ്റ്റ് പിൻവലിച്ചു. അതിനുശേഷമാണ് ഒരു വീഡിയോയെ തന്നെ ഈ പറയുന്ന പരിപാടിയെക്കുറിച്ച് ഇദ്ദേഹം സംസാരിച്ചത്. ആഭ്യന്തരമന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ഇന്ന് പല വിഷയങ്ങളുടെയും പ്രതികരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ സമീപിച്ചതാണ്. പക്ഷേ ഇന്ന് ഒരു വിഷയത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ വിഷയത്തിൽ വരും മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായേക്കാം. ഒരുപക്ഷെ എത്രയും കേസ് എടുക്കണമെന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും മുഖ്യമന്ത്രി പങ്കെടുത്ത, ഈ പറയുന്ന മന്ത്രിമാർ പങ്കെടുത്ത ഇത്രയും വലിയ രീതിയിൽ ആഘോഷമായ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്രയും വലിയ ചർച്ചയായ ഒരു രാത്രി നടത്തും. അത് സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, പൊതുസമൂഹത്തിലേക്ക് അവരെ കൂടുതലായി എത്തിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു പരിപാടിയായിരുന്നു. അത്തരമൊരു പരിപാടി എന്തായാലും നടത്തുമ്പോൾ സ്വാഭാവികമായും ഇത് എല്ലാ മന്ത്രിമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അതോടൊപ്പം തന്നെ ഈ സൈബർ പോലീസിന് ഈ ഒരു മെയിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DGPയുടെ ഒരു മെയിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് കേസെടുക്കാൻ ഇത്രയും വൈകുന്നത് എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ ഉടനടി തന്നെ അതിന് എതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ഈ പരാതി നൽകിയ ആൾ DGPക്ക് ഈ പറയുന്ന ഫേസ്ബുക്ക് പേജിൻ്റെ URL അടക്കം, അദ്ദേഹത്തിൻ്റെ പേരടക്കം എല്ലാ വിവരങ്ങളും ഈ പരാതിയോടൊപ്പം നൽകിയതാണ്. വളരെ എളുപ്പത്തിൽ കേസെടുക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും വരും മണിക്കൂറുകൾ ഒരുപക്ഷെ ഈ വിഷയത്തിൽ കേസെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനും തുടർന്ന് കൂടുതൽ കേസെടുക്കേണ്ടതാണ്. കാരണം അത്ര കണ്ട് മ്ലേച്ഛമായ രീതിയിൽ, അത്ര കണ്ട് മോശമായ രീതിയിലാണ് ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അയാളുടെ പേര് പോലും സത്യത്തിൽ പറയാൻ പാടില്ലാത്ത കാരണം അത്ര മോശമായിട്ടാണ് ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പ്രതികരണം ഉണ്ടായത്. മാധ്യമ ശ്രദ്ധ നേടാനാണെങ്കിൽ ആണ് പ്രധാനപ്പെട്ട ചോദ്യമുയരുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഒരു ജ്വല്ലറി ഉടമയുണ്ടായിരുന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതായിരുന്നു ഈ ജ്വല്ലറി ഉടമയുടെ പ്രധാനപ്പെട്ട ഹോബി. സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ തൻ്റെ ജ്വല്ലറി ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ജ്വല്ലറി ഉടമ പ്രതികരിച്ചിരുന്നതെന്ന് നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നത് നമുക്കറിയാമല്ലോ. ആ കേസ് വന്നു, ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസ്. ആ കേസ് വന്ന സമയത്ത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ എങ്ങനെയാണ് പെരുമാറിയത്, എങ്ങനെയാണ് പ്രതികരിച്ചത്
എന്ന് കേരളീയ പൊതുസമൂഹത്തിന് നമുക്ക് മുമ്പിലുള്ളതാണ്. അതിനുശേഷം ഒരക്ഷരം ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്ന് ദ്വയാർത്ഥ പ്രയോഗം നാം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന കോടതി ശക്തമായ ഭാഷയിൽ ഇടപെട്ടപ്പോൾ നിങ്ങളെ പിടിച്ചകത്തിടേണ്ടി വരും എന്ന് ശക്തമായ ഭാഷയിൽ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അന്ന് ശക്തമായ ഭാഷയിൽ തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോഴാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായി അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ തൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിർത്തിയത് എന്നുള്ള കാര്യം കൂടി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഒരു ഘട്ടം കൂടി നാം ഓർപ്പിക്കുകയാണ്. ഇതേപോലുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരക്കാരെ നിലയ്ക്കു നിർത്തണം. Big TV, without fear or favor.